വർത്തമാനത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം വർത്തമാനത്തിൽ പങ്കെടുക്കുന്നത് മലങ്കര ഓർത്തഡോക്സ് സഭ തുമ്പമൺ ഭദ്രാസനത്തിലെ തുമ്പമൺ ഭദ്രാസനത്തിൻ്റെ അധിപനും MGOCS പ്രസിഡന്റുമായ സെറാഫീൻ തിരുമേനിയാണ്. അബ്രാഹമാർ സെറാഫീൻ തിരുമേനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷേ സമയത്തിൻ്റെ ചുരുക്കം കൊണ്ട് വളരെ ചുരുക്കി കാര്യങ്ങൾ പറയാം. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കഴിഞ്ഞ 2 ദിവസമായി പ്രമാടം പള്ളിയിൽ, മലങ്കര സഭയുടെ കീഴിലുള്ള പള്ളിയാണ്, ആ പള്ളിയിൽ വലിയ വിഷയങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. അപ്പം നമുക്ക് അവിടുന്ന് തുടങ്ങാം. യഥാർത്ഥത്തിൽ ഈ പ്രചരിക്കുന്ന വാർത്തകളൊക്കെ തിരുമേനി അതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ടുണ്ടോ? വാർത്തകളൊക്കെ സത്യമാണോ? ഞാനും സോഷ്യൽ മീഡിയയിൽ ഈ വാർത്തകൾ കണ്ടതേ ഉള്ളൂ. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ അന്വേഷിച്ചില്ല. ഇവിടുത്തെ തിരക്ക് കാരണം ഡീറ്റെയിൽഡായിട്ട് അന്വേഷിക്കാനായിട്ട് സാധിച്ചില്ല. പക്ഷേ മിക്കവാറും എല്ലാ ചാനലുകളിലും അത് ചർച്ച ചെയ്യപ്പെട്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 2017 ജൂലൈ 3 സുപ്രീം കോടതിയുടെ ഫൈനൽ വിധി വന്നതാണ്, ഫുൾ കോർട്ട് വിധി. ആ വിധിയിൽ പറയുന്നുണ്ട് രാജ്യത്തെ ഒരു കോടതിയിലും ഒരു അപ്പീൽ പോകാനോ ഒന്നും പറ്റുകയില്ല. അങ്ങനെ വന്ന ഒരു വിധി അത് നടപ്പാക്കി തരേണ്ടത് ഇവിടുത്തെ എക്സിക്യൂട്ടീവ് സംവിധാനമായ കേരള സർക്കാരാണ്. പക്ഷെ ആ സർക്കാരിൽ എന്തുകൊണ്ടോ ആ വിധികൾ മുഴുവൻ നടപ്പാക്കാൻ സാധിച്ചില്ല. കുറച്ച് പള്ളികളിലൊക്കെ വിധി നടപ്പാക്കി, കുറച്ച് പള്ളികളിൽ വിധി നടപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ട് കേസുകളൊക്കെ നടക്കുന്നുണ്ട്. ചില പള്ളികളിൽ ഇപ്പോഴും വിധി നടപ്പാക്കാതെ അവരുടെ കൈവശം തന്നെ ഇരിക്കുന്ന പള്ളികളാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തിരുമേനി ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന എൻ്റെ ഒരു ചിന്ത അങ്ങനെയാണ്. ഓടക്കാലി പള്ളിയിലൊരു ശവസംസ്കാരം നടന്നു. അതിന് പോലും ആ ശവസംസ്കാരം നടത്താൻ പോലും നമ്മുടെ ആളുകൾ ഹൈക്കോടതിയെ സമീപിക്കേണ്ടി വന്നു. ഈ ഒരു സാഹചര്യത്തെ തിരുമേനി എങ്ങനെയാണ് വിലയിരുത്തുന്നത്? കോടതി വിധി അനുകൂലമാണെങ്കിലും ധന്യ പറഞ്ഞതുപോലെ സർക്കാരിൻ്റെ സമീപനം ഇതിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതിനു മുമ്പുണ്ടായിരുന്ന ഇടതുമുന്നണി സർക്കാരും ഇനി വരുന്ന ഇപ്പോഴുള്ള UDF സർക്കാരും നിയമം മാത്രം ഫോക്കസ് ചെയ്താൽ ഈ പ്രശ്നം വളരെ പെട്ടെന്ന് തീരാവുന്നതേ ഉള്ളൂ. എന്നാൽ ഒരു ഗവൺമെൻറ്റും അത് ചെയ്യുമെന്ന് നമുക്ക് പൂർണ്ണമായി വിശ്വസിക്കുവാൻ സാധിക്കുകയില്ല. അതിൻ്റെ കാരണം വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അതുകൊണ്ട് നിയമത്തിന് അങ്ങേപ്പുറത്തേക്കുള്ള ചില കാര്യങ്ങൾ ഗവൺമെൻറ് എപ്പോഴും ആലോചിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യും. രണ്ടാമത്തെ ഒരു കാര്യം നമ്മുടെ ഒരു സിവിൽ കേസാണ്. അതിൻ്റെ ഒരു പൂർണ്ണത 2017 നമുക്ക് ലഭിച്ചു എങ്കിലും അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ പാർട്ടിൽ വളരെയധികം ഡിലേ ഉണ്ടായി. ആ ഡിലേ തുടരുകയാണ്. അതുകൊണ്ട് തന്നെ എത്രമാത്രം ഈ വിധി പൂർണ്ണമായി നടപ്പിലാക്കാൻ സാധിക്കും എന്ന് ഇപ്പോൾ പൊതുവായ ഒരു സംശയമുണ്ട്. എനിക്കും അത്തരത്തിൽ ഒരു സംശയമാണ് എനിക്കുള്ളത്. വിധി അനുകൂലമാണ്, പക്ഷേ ഇംപ്ലിമെൻറ്റേഷൻ പാർട്ട് ഡിലേ ആയിരുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാന പ്രശ്നം. അത് തിരുമേനി പറഞ്ഞത് വളരെ ശരിയായ ഒരു കാര്യമാണ്. അത് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യം. പക്ഷെ നമ്മളുടെ സഭാവിശ്വാസികൾ, നമ്മുടെ സഭാമക്കൾ, അവരിൽ പലരും ഇപ്പം തിരുമേനി പ്രസംഗങ്ങളിലെല്ലാം പറയാറുണ്ട് സോഷ്യൽ മീഡിയയുടെ അതിപ്രസരം. നമ്മുടെ പല ആളുകളും പങ്കുവെക്കുന്ന ചില കുറിപ്പുകൾ കണ്ടാൽ സഭ ഈ ഭരണ സംവിധാനത്തെ കണ്ട് അവരോട്ട് ചർച്ച നടത്തി വേണ്ട രീതിയിൽ ഇത് ഇംപ്ലിമെൻ്റ് ചെയ്യണം എന്ന് ആവശ്യപ്പെടുന്നില്ല എന്നുള്ളൊരു ആരോപണം ഒരു സൈഡിൽ നമ്മുടെ സഭാമക്കൾ ഉയർത്തുന്നുണ്ട്. അതിനോട് പൂർണ്ണമായിട്ട് യോജിക്കാൻ സാധിക്കുന്നില്ല. ഇപ്പോഴത്തെ പുതിയ സർക്കാർ അധികാരത്തിൽ വന്നതേ ഉള്ളൂ. ഇപ്പോഴത്തെ സർക്കാരിനോട് നമ്മൾ ആ വിധത്തിൽ സമീപിച്ചോ എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ ഇതിനു മുമ്പുണ്ടായിരുന്ന സർക്കാരിനോട് പല പ്രാവശ്യം നമ്മൾ ആവശ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അതിൻ്റെ ചർച്ചകൾ ധാരാളം നടത്തിയിട്ടുള്ള കാര്യമാണ്.
എങ്കിലും ഞാൻ മുമ്പേ പറഞ്ഞൊരു ഘടകം അതിന് പിന്നിൽ നിൽക്കുന്നുണ്ട്. ഈ ഒരു വിഭാഗത്തെയും അപ്രീതിപ്പെടുത്തി ഒരു ഗവൺമെൻറ് മുന്നോട്ട് പോകാനായിട്ട് തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. നിയമവും നീതിയും അല്ല, പിന്നെ ഭരണവും അധികാരവും വോട്ട് ബാങ്കുമാണ് പ്രധാനമായിട്ടും എല്ലാ ഗവൺമെൻറ്റും ശ്രദ്ധിക്കുന്നതെന്നാണ് എൻ്റെ വിചാരം. ഇതിനിടയിൽ നമ്മുടെ അസോസിയേഷൻ കൂടുകയാണ്. തെരഞ്ഞെടുപ്പ് പുതിയ 4 മെത്രാപ്പൊലീത്തമാരെ തിരഞ്ഞെടുക്കുന്നു. ഈ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. മാനേജിംഗ് കമ്മിറ്റി വരെ ഷോർട്ട് ലിസ്റ്റാക്കി 6 പേരെ ആക്കി. ആ 6 പേരിൽ നിന്ന് 4 പേരെയാണ് അസോസിയേഷൻ തിരഞ്ഞെടുക്കേണ്ടത്. ഇതൊരു ജനാധിപത്യ പ്രക്രിയ. ഏറ്റവും നമ്മുടെ സഭകളിൽ, ലോകത്തുള്ള സഭകളിൽ ഏറ്റവും വലിയ ജനാധിപത്യ സംവിധാനത്തിൽ നടത്തുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഒരുപക്ഷെ നമ്മുടെ മലങ്കര സഭയിലായിരിക്കും. അതെ. ഇതിന് പല ആരോപണങ്ങളും നമ്മൾ സോഷ്യൽ മീഡിയ നോക്കിയാൽ പല ആരോപണങ്ങളും പറഞ്ഞു കേൾക്കുന്നു. സ്ക്രീനിങ് കമ്മിറ്റി വളരെ ഉത്തരവാദിത്വത്തോടുകൂടി ആണ് ഈ കാൻഡിഡേറ്റ്സിനെ തീരുമാനിച്ചത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഒരുപാട് സ്ക്രീനിങ് കമ്മിറ്റിക്ക് പുറത്ത് കഴിവുള്ള ഒരുപാട് പേരുണ്ടായിരുന്നു. അത് അവർ പുറത്തുപോയി. എന്നാൽ ചോദിക്കും, കഴിവില്ലാത്തവരാണോ ഇപ്പോൾ ഉള്ള സ്ഥാനാർത്ഥികൾ എന്ന് വേണം ചോദിക്കാം. പക്ഷെ അതല്ല, കഴിവുള്ള പലരെയും മാറ്റി നിർത്തി എന്നൊരാരോപണം പല ഘട്ടങ്ങളിലും നമ്മൾ കേട്ടു. അത് തിരുമേനിയും കേട്ട് കാണും. അതിനെക്കുറിച്ച് വല്ല ചിന്തയും തിരുമേനിയുടെ മനസ്സിലുണ്ടോ? ഈ സ്ക്രീനിങ് കമ്മിറ്റി ഏറ്റവും കുറഞ്ഞത് ഒരു 4 തെരഞ്ഞെടുപ്പുകളിലായിട്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഓരോ സമയത്തും സ്ക്രീനിങ് കമ്മിറ്റിയെ സെലക്ട് ചെയ്യുകയും അവർ ആ പ്രോസസ്സ് നിർവഹിക്കുകയും ചെയ്തു. ഞാൻ ഉൾപ്പെടെയുള്ള ബാച്ചിലും അത് സംഭവിച്ചിട്ടുണ്ട്. അത് വരാനുണ്ടായ ഒരു സാഹചര്യം ഞാൻ മനസ്സിലാക്കുന്നത്, ജനാധിപത്യ പ്രക്രിയയിൽ വോട്ടിങ് ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം. പക്ഷേ ആ വോട്ട് പിടുത്തം ഒരു സഭയ്ക്കും അപലീഷണീയമല്ലാത്ത വിധത്തിലേക്ക് മാറിയതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഇങ്ങനെ ഒരു ചട്ടം ഉണ്ടാക്കിയത് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നു. അത് ഇപ്പോൾ ഏതാണ്ട് 17 വർഷമായി. ഒരുപക്ഷെ ഇങ്ങനെയുള്ള ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ സമിതിയെയും അതിൻ്റെ പ്രൊസീജിയറിനെയും കുറിച്ച് ഒരു പുനർവിചിന്തനത്തിൻ്റെ സമയമായി കാണുമെന്നാണ് എൻ്റെ വിചാരം. ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്ന ഒരു കാര്യം, ഏത് സംവിധാനങ്ങളും, അത് സഭയുടേതാണെങ്കിലും സംഘടനകളുടേതാണെങ്കിലും ഏത് സംവിധാനവും നമുക്ക് ഒന്ന് റീവിസിറ്റ് ചെയ്യുവാനായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാലം ആയ സ്ക്രീനിങ് കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങളിൽ എന്തെങ്കിലും കുറവുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പുനഃപരിശോധിക്കണം. പ്രത്യേകിച്ചും ജനങ്ങൾക്ക് അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് സഭാ സമിതികൾ പുനഃപരിശോധിക്കണമെന്ന് തന്നെയാണ് എൻ്റെ വിചാരം. ഇപ്രാവശ്യത്തെ സ്ക്രീനിങ് കമ്മിറ്റിയെക്കുറിച്ചും, ഈ ഒരു സ്ക്രീനിങ് കമ്മിറ്റി രൂപപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ആ സ്ക്രീനിങ് കമ്മിറ്റിക്കാണ് അതിൻ്റെ അധികാരം. മറ്റുള്ളവർ അതിലേക്ക് ഇടപെടുകയില്ല എന്ന് തന്നെയാണ്. ഞാൻ ഇടപെട്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിതിൻ്റെ റിസൾട്ട് മാത്രമേ നമ്മുടെ കയ്യിലേക്ക് വരുന്നുള്ളൂ. അതിൻ്റെ പ്രൊസീജിയർ എന്താണ് എന്നുള്ളത് നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുവാനായിട്ട് സാധിക്കുന്നില്ല. ഇങ്ങനെ ഒരു വിമർശനവും ചിന്തയും ഉണ്ടായ സാഹചര്യത്തിൽ ഇത് റീവിസിറ്റ് ചെയ്യപ്പെടേണ്ടി വരും എന്ന് തന്നെയാണ് എൻ്റെ വിചാരം. അത് അടുത്ത ഒരു മെത്രാൻ തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് അത് നിർവഹിക്കപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇവിടെ കാലാകാലങ്ങളിൽ കൂടുതലും ഇതിനെക്കുറിച്ച് ചർച്ച വരുന്നത് ഈ മെത്രാപ്പൊലീത്ത തെരഞ്ഞെടുപ്പ്, മെത്രാന്മാരെ തിരഞ്ഞെടുക്കുന്ന സമയത്താണ് കൂടുതലും അതിനെക്കുറിച്ച് ചർച്ച വരുന്നത്. ആ ഒരു വിഷയം എന്ന് പറയുന്നത് മെത്രാപ്പൊലീത്തന്മാരുടെ ട്രാൻസ്ഫർ. നമ്മുടെ സഭയിൽ മെത്രാപ്പൊലീത്തന്മാർക്ക് ട്രാൻസ്ഫർ ഇല്ല. ഇപ്പോൾ പുതുതായിട്ട് വാഴിക്കുന്ന തിരുമേനിമാരെ ദൂരസ്ഥലങ്ങളിലോട്ട് വിട്ട് അവിടെ അത്രയും നാളുണ്ടായിരുന്ന തിരുമേനിമാരെ തിരിച്ചു നാട്ടിലേക്കൊക്കെ പല ഇടത്തേക്കും അവരെ മാറ്റി വെക്കുന്നതല്ലാതെ ഒരു പൊതു സ്ഥലം മാറ്റം മെത്രാപ്പൊലീത്തമാർക്ക് നമ്മുടെ സഭയിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. എനിക്ക് തോന്നുന്നു പൗലോസ് തിരുബാവയുടെ കാലത്ത് ഇതിനെക്കുറിച്ച് മാനേജിംഗ് കമ്മിറ്റി വളരെ കൃത്യമായി ഒരു തീരുമാനമെടുക്കുകയും സുന്നോദോസിൽ അത് വരികയും ഒടുവിൽ ആരൊക്കെയോ ചേർന്ന് അതിൻ്റെ ഒരു കോടതിയിൽ കേസിന് വരെ പോയ ഒരു സംഭവം തിരുമേനി ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയാം. അപ്പം യഥാർത്ഥത്തിൽ മറ്റ് സഭകളിലൊക്കെ, ഈവൻ മർത്തോമാ സഭകളിലൊക്കെ മെത്രാപ്പൊലീത്തമാർക്ക് ട്രാൻസ്ഫർ ഉണ്ട്. അപ്പം ഇവിടെ നമ്മുടെ സഭയിൽ മെത്രാപ്പൊലീത്തമാർക്ക് ട്രാൻസ്ഫർ അനിവാര്യമല്ലേ? ഒന്നാമതായിട്ട് ഈ
നമുക്ക് ഒരു പാരമ്പര്യമുള്ളത് ഒരു ഓർത്തഡോക്സ് പാരമ്പര്യമാണ്. ആ ഓർത്തഡോക്സ് പാരമ്പര്യത്തിൽ മെത്രാന്മാരുടെ ട്രാൻസ്ഫർ ഇല്ല. ഒരു ഓർത്തഡോക്സ് സഭകളിലെ എൻ്റെ അറിവിൽ മെത്രാന്മാരുടെ ട്രാൻസ്ഫർ ഇല്ല എന്നാണ് എൻ്റെ അണ്ടർസ്റ്റാൻഡിങ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സഭയിലും പൊതുവായ ഒരു ട്രാൻസ്ഫർ എന്ന് പറയുന്ന സംവിധാനം ഇതുവരെയും അങ്ങനെ ഉണ്ടായിട്ടില്ല. അതിൻ്റെ പ്രധാന കാരണം അതാണ്. നമ്മൾ ഒരിക്കലും ഒരു ഓർത്തഡോക്സ് കുടുംബ സ്വഭാവത്തിൽ നിന്ന് വ്യത്യസ്തമായി നമുക്ക് നിലനിൽക്കാനായിട്ട് സാധിക്കുകയില്ല. രണ്ടാമത്തേത്, ഇത് എൻ്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായമാണ്. ഈ നമ്മുടെ സഭയിലും ജനറൽ ട്രാൻസ്ഫർ ഇല്ല എന്നുള്ളതേ ഉള്ളൂ. ഇപ്പം ഞാനാണെങ്കിലും ബാംഗ്ലൂരിൽ 13 വർഷത്തെ ശുശ്രൂഷ കഴിഞ്ഞ് തുമ്പോൺ ഭദ്രാസനത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെട്ട ഒരാളാണ്. അതുകൊണ്ട് ട്രാൻസ്ഫർ പൂർണ്ണമായും ഇല്ല എന്ന് നമുക്ക് പറയുവാനായിട്ട് സാധിക്കുകയില്ല. അത്യാവശ്യ സന്ദർഭങ്ങളിൽ സഭ അതിനനുസരിച്ചുള്ള ക്രമീകരണങ്ങൾ ചെയ്യുന്നുണ്ട്. എന്നാൽ ജനറൽ ട്രാൻസ്ഫർ നമുക്കില്ല. ഒരു കാര്യം എനിക്ക് ബോധ്യപ്പെട്ടത്, ഞാൻ തുമ്പോൺ ഭദ്രാസനത്തിൽ ജനിച്ചു വളർന്ന ഒരാളാണ് എങ്കിൽ പോലും എൻ്റെ പഠനവും അതുപോലെ തന്നെ ബാംഗ്ലൂരിലെ എൻ്റെ ശുശ്രൂഷയും MGOCSMൻ്റെ ശുശ്രൂഷയും ഒക്കെ കഴിഞ്ഞ് തിരിച്ച് തുമ്പോണിലേക്ക് ചെന്നപ്പോൾ ഞാൻ ആദ്യം മുതൽ തന്നെ ബിൽഡപ്പ് ചെയ്യേണ്ട ഒരു റിലേഷൻഷിപ്പ്, ബന്ധങ്ങളുണ്ട്. അത് കുട്ടികളോടായാലും പ്രായമുള്ളവരോടായാലും ചെറുപ്പക്കാരോടായാലും ഒക്കെ. ബാംഗ്ലൂരിൽ ഞാനത് ബിൽഡപ്പ് ചെയ്ത് എൻ്റെ ശുശ്രൂഷ നിർവഹിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഞാൻ അവിടെ നിന്ന് തുമ്പോണിലേക്ക് മാറിയത്. ഇനിയും തുമ്പോണിലെ ജനങ്ങളുമായും വൈദികരുമായും പള്ളികളുമായും ഞാൻ ആ ബന്ധം എസ്റ്റാബ്ലിഷ് ചെയ്തെടുക്കുന്നതിനുള്ള ഒരു വലിയൊരു കാലമുണ്ട്. അതുകൊണ്ട് രണ്ട് വശത്തും ബാംഗ്ലൂർ ഭദ്രാസനത്തിന് വിമർശിക്കുന്നവരും എതിർക്കുന്നവരും ഒക്കെ ഉണ്ടാകാം. പക്ഷേ എങ്കിലും ഒരു സ്പിരിച്വൽ ഫാദർ ബിൽഡപ്പ് ചെയ്തുകൊണ്ട് വന്ന ഒരു ഫൗണ്ടേഷനും ഒരു റിലേഷൻഷിപ്പും ഉണ്ട്. അത് നഷ്ടപ്പെടുത്തി കഴിയുമ്പോൾ അവർക്കുണ്ടാകാവുന്ന ഒരു ശൂന്യതയുണ്ട്. പുതിയൊരു മെത്രാപ്പൊലീത്ത അവിടെ ചെന്ന് അതിനെ എസ്റ്റാബ്ലിഷ് ചെയ്ത് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമുണ്ട്. നമ്മൾ അഡ്മിനിസ്ട്രേഷൻ മാത്രം ഒരിക്കലും നോക്കിയാൽ പോരാ. നമ്മുടെ ഇതൊരു മിനിസ്ട്രിയാണ്, നമ്മുടെ ഇതൊരു സ്പിരിച്വൽ പ്രസൻസാണ്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഞാൻ തുമ്പോൺ ഭദ്രാസനത്തിൽ അനുഭവിക്കുന്ന കാര്യം. ഞാൻ തുമ്പോൺ ഭദ്രാസനക്കാരനായതുകൊണ്ട് കുറേ കൂടെ എളുപ്പമുണ്ട് എനിക്ക് പള്ളികളുമായിട്ടും ആളുകളുമായിട്ടും ഒക്കെ ബന്ധപ്പെടുവാനായിട്ട്. എനിക്ക് അറിയാവുന്ന സാഹചര്യങ്ങളാണ് അവിടെ ഉള്ളത്. എന്നാൽ ഇപ്പോഴും അതൊരു ആ പ്രോസസ്സ് കുറേ കൂടെ സമയം എടുക്കുന്ന. അപ്പോൾ തുമ്പോൺ ഭദ്രാസനത്തിലെയും അഭ്യുന്നതനായ ക്ലെമീസ് തിരുമേനിയുമായിട്ടുണ്ടായിരുന്ന ഒരു ബന്ധത്തിൽ നിന്ന്, ഒരു സ്പിരിച്വൽ ലീഡർഷിപ്പിൽ നിന്ന് മാറി ഞാൻ അതിൻ്റെ സ്ഥാനത്തേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന, എനിക്കും അവിടുത്തെ ജനങ്ങൾക്കും വൈദികർക്കും ഉണ്ടാകാവുന്ന ഒരു ഗ്യാപ്പുണ്ട്. അപ്പോൾ ഇത് ഒരിക്കലും ശുഭകരമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് രണ്ട് കാരണങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഒന്ന്, സഭയുടെ ഓർത്തഡോക്സ് സഭാ രീതി അനുസരിച്ച് ഒരു ട്രാൻസ്ഫർ എന്ന് പറയുന്നത് ഒരു ഓർത്തഡോക്സ് സഭയിലും ഇല്ല, നമ്മുടെ സഭയിലും ഇല്ല. രണ്ടാമത്തേത്, ഒരു ട്രാൻസ്ഫർ ഉണ്ടാകുമ്പോൾ ഉണ്ടാകാവുന്ന ഒരു വാക്വം, ബന്ധങ്ങൾ, അതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന ചില ഫൗണ്ടേഷൻസ്, അതിലൊക്കെ ഉണ്ടാകാവുന്ന ഒരു ശൂന്യതയുണ്ട്. അത് തീർച്ചയായിട്ടും സഭയ്ക്ക് നല്ലതല്ല എന്നാണ് എൻ്റെ വിചാരം. തന്നെയല്ല, സഭയുടെ പാരമ്പര്യത്തിൽ സ്പിരിച്വൽ ഫാദർ എന്ന് പറയുന്ന ഒരു പൊസിഷൻ, ഒരു കൺസെപ്റ്റുമുണ്ട്. അത് ഒരച്ഛൻ അല്ലെങ്കിൽ ഒരു മെത്രാപ്പൊലീത്ത അപ്പനായി മാറുന്ന ഒരു പ്രോസസ്സാണ്. ആ പ്രോസസ്സ് പെട്ടെന്ന് അവസാനിക്കുമ്പോൾ അത് തീർച്ചയായിട്ടും സഭയുടെ വളർച്ചയെ, പ്രത്യേകിച്ചും ആത്മീയ വളർച്ചയെ വല്ലാതെ ബാധിക്കും എന്നാണ് എൻ്റെ വിചാരം. നമ്മൾ പലപ്പോഴും ഇതിനെ അഡ്മിനിസ്ട്രേഷനുമായിട്ട് മാത്രമേ കാണുന്നുള്ളൂ. ഒരു മെത്രാപ്പൊലീത്തയുടെ പൊസിഷൻ എന്ന് പറയുന്നത് അതിനകത്ത് അഡ്മിനിസ്ട്രേഷനും അതുപോലെ തന്നെ ആത്മീയ നേതൃത്വവും ഇടയത്ത ശുശ്രൂഷയുമുണ്ട്. ഇതെല്ലാം കൂടെ ചേർത്ത് വെച്ച് ചിന്തിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. കൊണ്ട് വ്യക്തിപരമായി ട്രാൻസ്ഫർ നല്ലതല്ല എന്ന് തന്നെയാണ് എൻ്റെ വിചാരം.